നിരവധി മലയാളികൾ ജോലിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി അയൽ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നുണ്ട്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ബംഗളൂരു പോലെയുള്ള സ്ഥലങ്ങളിലെത്തിയവരുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം. തൊഴിലെടുത്ത് പോലും അവർ ലൈംഗികമായി ചൂഷണത്തിന് ഇരകളാകുന്നു, കൊല ചെയ്യപ്പെടുന്നു. തൃശ്ശൂർ സ്വദേശിനി സുനിത ജോലി തേടി ബംഗളൂരുവിലെത്തിയതാണ്. കഴിഞ്ഞ ദിവസം തൊഴിലുടമയുടെ ക്രൂരമർദ്ദനത്തിനും അതിക്രമത്തിനിരയായ വീട്ടമ്മയുടെ കൊലപാതകം ഞെട്ടലോടെയാണ് കേട്ടത്. എന്താണ് സുനിതയ്ക്ക് സംഭവിച്ചത്? മലയാളിയായ ദീപകൃഷ്ണനെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. ഇയാൾ കൊടും ക്രിമിനലും തട്ടിപ്പുകാരനുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തൃശൂരിൽ 140ഓളം തെരുവു നായ്ക്കളെ സംരക്ഷിച്ചിരുന്ന സുനിത ഒരു മൃഗസ്നേഹിയായിരുന്നു. സ്കൂളുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ നൽകിയാണ് നായ്ക്കളെ വളർത്തിയിരുന്നത്. എന്നാൽ സ്കൂൾ അവധിക്കാലമായതോടെ നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ പ്രയാസമായി. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ നായ സംരക്ഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ആളെ വേണമെന്ന പരസ്യം സുനിതയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാസം 40,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്ത പരസ്യം കണ്ട് ഏപ്രിൽ 17-നാണ് സുനിതയും ഭർത്താവും മറ്റു 2 സ്ത്രീകളും ബംഗളൂരുവിലേക്ക് പോയത്. മെയ് 3-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദീപക് സുനിതയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഇത് എതിർത്ത സുനിത നാട്ടിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ ദീപക് സുനിതയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തല ഭിത്തിയിലും അലമാരയിലും ഇടിപ്പിക്കുകയും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച മറ്റു സ്ത്രീകളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റ സുനിതയെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താൻ സുനിതയെ മർദ്ദിച്ചതായി ദീപക് സമ്മതിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അവളെ കഴുത്തിൽ നല്ല കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ നല്ല കൊടുത്ത് അവളെ ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അവൾ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതാണ് DK. മനസ്സിലായ? അവളെ കഴുത്തിൽ നല്ല കൊടുത്ത് അവള് ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതാണ് DK. വെയിറ്റ് ബ്രൗൺ പപ്പ DK. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയാണ് സുനിതയുടെ മരണം സംഭവിച്ചത്. പ്രതിയായ ബംഗളൂരുവിൽ നായ സംരക്ഷണ കേന്ദ്രം നടത്തുന്ന മലയാളി ദീപകൃഷ്ണനായി കർണാടക പോലീസ് തൃശൂരിലെത്തി അന്വേഷണം ആരംഭിച്ചു. ദീപക് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2024-ൽ കൊച്ചിയിൽ വെച്ച് ഒരു മൃഗഡോക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. കൊക്കൈൻ കൈവശം വെച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. കൂടാതെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദുബായിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ്. സുനിതയുടെ മരണത്തോടെ ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ വാടനപ്പള്ളി പോലീസും ബംഗളൂരു പോലീസും സംയുക്തമായാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.